നമുക്ക് ഇന്നൊരു ഇത്യോസ് വന്നിട്ടുണ്ട്. ഇത്യോസിന് കംപ്ലൈൻറ്റ് എന്താണെന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. എൻജിൻ മൗണ്ടിങ് പോയിട്ട് നല്ല വൈബ്രേഷൻ, ഉള്ളിക്ക് നല്ല വൈബ്രേഷനാണ്, നല്ല വൈബ്രേഷൻ. എൻജിൻ മൗണ്ടിങ് നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഡീസൽ ഫിൽറ്റർ മാറിയിട്ടുണ്ട്. സ്റ്റാർട്ടിംഗ് മോട്ടർ ബെൻഡെക്സ് എന്താ ചെയ്യുക, സ്ലിപ്പാവുന്ന ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. സ്റ്റാർട്ടിങ്ങിൽ ഇങ്ങനെ ഒരു പിടുത്തം, അത് ബെൻഡെക്സും ബ്രഷും മാറി. ഇപ്പോൾ കസ്റ്റമർ കംപ്ലൈൻറ്റ് ചെയ്യുന്നത് എന്ത്, രാവിലെ സെൽഫ് ലോങ് ആവാണ്. സെൽഫ് ലോങ് ആകാൻ നമ്മൾ ബാറ്ററി നോക്കിയപ്പോൾ ബാറ്ററി അതിൻ്റെ മെയിൻ പ്രശ്നക്കാരൻ ബാറ്ററി ഉണ്ടെങ്കിൽ വറ്റ കംപ്ലൈൻ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഏതായാലും നമ്മളെന്ത് ചെയ്യും, വേറെ വണ്ടിൻ്റെ ബാറ്ററി ആദ്യം വെച്ച് നോക്കി. അപ്പോൾ ആ കംപ്ലൈൻറ്റ് റെഡി ആയി. പിന്നെ ഡീസൽ ഫിൽറ്റർ മാറി. ഇനി കൊമറയിൽ സ്വിച്ച് ക്ലീൻ ആക്കാണ്ട്, കൊമറയിൽ സ്വിച്ച് വരുന്നത് ഇതാണ്, ഇത് ക്ലീൻ ആക്കാണ്ട്, പിന്നെ 2 ഷോക്ക് കാര്യങ്ങൾ വെച്ചിട്ട് ചെയ്യാണ്ട് EGR അയക്കാണ്ട്. ഓക്കെ, ഇത്രയാണ് നമുക്ക് വർക്ക് വരുന്നത്. എന്തെല്ലാം ഡീസൽ ഫിൽറ്റർ മാറി കഴിഞ്ഞ് സ്റ്റാർട്ടിംഗ് മോട്ടർ റെഡി ആക്കി കഴിഞ്ഞിട്ടുണ്ട്. ഇനി പുതിയ ബാറ്ററി വെക്കണം, കൊമറയിൽ സ്വിച്ച് ക്ലീൻ ആക്കണം, EGR ക്ലീൻ ആക്കണം. പിന്നെ നമുക്കുള്ളത് എൻജിൻ മൗണ്ടിങ് മാറുക, 2 ഷോക്കിൻ്റെ വർക്ക്. ഇത്രയും വർക്കാണ് ഇനി ബാക്കിയുള്ളത്. ഓക്കെ, നമ്മൾ ഇത്യോസിൻ്റെ കോമറയിൽ സ്വിച്ച് ഊരിയപ്പോൾ അതിൻ്റെ അവസ്ഥ കണ്ടാണ് ഇത്രയും മോശമായിട്ടുണ്ട്. ഇത് നമുക്ക് ക്ലീനാക്കി ഇട്ട് കൊടുക്കുക. ഇനി അഥവാ സെൽഫ് ലോങ് ആവുകയാണ്, വഴി നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് മാറ്റി കൊടുക്കാം. ഓക്കെ, അപ്പോൾ സ്വിച്ച് നമ്മൾ ക്ലീനാക്കി കഴിഞ്ഞിട്ടുണ്ട്. ഇനി എന്തായാലും വണ്ടിമ്മ പിടിപ്പിക്കട്ടെ, EGR അയച്ച് ക്ലീനാക്കാണ്ട്. ഓക്കെ, ഇതാണ് ഇത്യോസിൻ്റെ എൻജിൻ മൗണ്ടിങ് പോയാലുള്ള വൈബ്രേഷന്. കാണുന്നുണ്ടെങ്കിൽ ഏതായാലും മൗണ്ടിങ് മാറിൻ്റെ ശേഷമുള്ള റിസൾട്ട് ഞാൻ കാണിച്ചുതരാം. ഏതായാലും ഒറിജിനൽ സാധനം തന്നെ നമുക്ക് വന്നിട്ടുണ്ട്, കാണിച്ചുതരാം. ടയോട്ട ഓയിൽ തന്നെ വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇത്യോസിൻ്റെ EGR സംഭവങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വിചാരിച്ച പോലുള്ള കച്ചറും കാര്യങ്ങളൊന്നുമില്ല. എന്തായാലും ഉള്ളത് നമുക്ക് എന്താ ചെയ്യുക, ക്ലീൻ ആക്കിയിട്ട് സെറ്റ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഇവിടെ കച്ചറാണ്. ഓക്കെ, ഉള്ള സസ്പെൻഷന് ഷോക്കിൻ്റെ മൗണ്ട് കാര്യങ്ങളെല്ലാം മാറാണ്ട് ഒക്കെ ഊരി വെച്ചു. നമ്മൾ EGRൻ്റെ സംഭവങ്ങളെല്ലാം ക്ലീൻ ആക്കിയിട്ടുണ്ട്, വാൾവ് ക്ലീൻ ആക്കിയിട്ടുണ്ട്, പിന്നെ തോട്ടിൽ ബോഡി കാര്യങ്ങളെല്ലാം ക്ലീൻ ആക്കി സെറ്റാക്കി വെച്ചിട്ടുണ്ട്. പോയി കാണിച്ചാൽ ഓക്കെ, എന്തായാലും സെറ്റ് ചെയ്യാൻ വേണ്ടി പോകാം. അപ്പോൾ നമ്മൾ ഇത്യോസിൻ്റെ വർക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. എന്തൊക്കെ വർക്ക് ചെയ്ത് വെച്ചാൽ ഷോക്കിൻ്റെ മൗണ്ട് മാറി, ബെയറിങ് മാറി, എൻജിൻ മൗണ്ടിങ് മാറി, EGR ക്ലീൻ ആക്കി, സ്റ്റാർട്ടിംഗ് മോട്ടറിൻ്റെ വർക്ക് എടുത്തു, ഡീസൽ ഫിൽറ്റർ മാറി, EGR ക്ലീൻ ആക്കി പറഞ്ഞില്ല. ഇത്രയും സംഭവങ്ങളാണ് ചെയ്തത്. ഓക്കെ, വേറെ വണ്ടി നമ്മൾ ഓടിച്ച് നോക്കട്ടെ, പെർഫോമൻസ് കാര്യങ്ങളെല്ലാം.